മാധ്യമപ്രവർത്തകൻ വിനോദ് മേക്കോത്തും കൂടിയുണ്ട്. താങ്കളും ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ജീവൻ കയ്യിലെടുത്തുകൊണ്ട് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, കേരളത്തിലേക്ക് ഓടി വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഒരു ചർച്ചയ്ക്കപ്പുറം അത് ആശങ്കയുള്ള കാര്യം കൂടിയാണ്. എന്താണ് സംഭവിച്ചത്? അങ്ങനെ ഒരു ഭീഷണി നിങ്ങൾക്ക് തോന്നാൻ അല്ലെങ്കിൽ ഒരു ആശങ്ക തോന്നാൻ അങ്ങനത്തെയുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായോ? ശ്രീ വിനോദ് മേക്കോത്ത്, കേൾക്കാമോ? തന്നെ ആളുകളുടെ മുഖം ഒക്കെ വളരെ വലിഞ്ഞു മുറുകിയിട്ടുള്ള രീതിയിലാണ്. പലപ്പോഴും നമ്മൾ രൂക്ഷമായി നോക്കുന്ന രീതിയിൽ, പലരും ഫോട്ടോ എടുക്കുന്ന രീതിയിൽ ഒക്കെയുള്ള ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോ അതേസമയം ഇത് അതോടൊപ്പം അനീഷിന്റെ ഈ വിഷയം ഇന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോട് കൂടിയിട്ട് പിന്നീട് അനീഷിന് ബന്ധപ്പെട്ട് അയാൾക്ക് ഫോൺ കോളുകളാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മളോട് അവിടെ ഈ സൗജന്യ നീതി തേടിക്കൊണ്ടുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ പറഞ്ഞത് നമ്മളോട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കരുത്, അല്ലെങ്കിൽ അവിടെ നിന്ന് വെള്ളം വാങ്ങി കുടിക്കരുത് എന്നുള്ള തരത്തിലൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ വരികയാണല്ലോ. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും റിസ്ക് എടുത്ത് ചെറിയൊരു വാഹനത്തിലാണ് ഞങ്ങൾ പോയത്. പക്ഷെ 6 പേര് സഞ്ചരിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അപ്പൊ അത് വല്ലാത്തൊരവസ്ഥയാണ് അവിടെ. മാത്രവുമല്ല, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നത്, ഇത് സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി കർണാടക സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ സൗജന്യക്ക് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വല്ലാത്തൊരു സ്റ്റേജ് കടന്ന ദിവസം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിന് വലിയൊരു തിരിച്ചടിയാണ് ഈ പറയുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള കൂട്ടക്കൊലപാതകം നടത്തി ഇത്രയും കാലം അധികാര സ്ഥാനങ്ങളെ എല്ലാം വരുതിയിലാക്കി, നീതിന്യായ സംവിധാനങ്ങളെ എല്ലാം ചുൽപ്പടിയിൽ നിർത്തി മുന്നോട്ട് പോയവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അടിയാണ് ഇന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കൂടിയാണ് ഞങ്ങൾ ഈ ധർമ്മസ്ഥലയിൽ എത്തിയത്. നൂറുകണക്കിന് മൃതശരീരങ്ങൾ മറവ് ചെയ്ത ചെറിയൊരു പുഴയുടെ തീരത്തുള്ള വലിയ കാട്ടിൽ അവിടെ ചെല്ലുന്ന സമയത്ത്, ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത്, ഞങ്ങൾ അവിടെ അങ്ങോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷക്കാർ എല്ലാവരും അതിൽ കടന്നു പോകുന്നു. കാരണം ചെറിയ ഒരു അത്രയൊന്നും ആളുകളുടെ സാന്നിധ്യമില്ലാത്ത സ്ഥലമാണ്. പക്ഷെ നമ്മളവിടെ വാഹനം കൊണ്ടുപോയി നിർത്തുന്ന സമയത്ത് എല്ലാവരും അത്ഭുതത്തോടു കൂടി അത് നോക്കുകയും അത് പലരും നമ്മൾ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ശ്രീ വിനോദ്, അതായത് ഇങ്ങനെ ഒരു കേസ് അന്വേഷണത്തിലേക്ക് നാട് കടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത് വലിയൊരു കോക്കസ് ആയതുകൊണ്ട് ഈ കോക്കസിന്റെ ഭാഗമായിട്ടുള്ളവരാണ് ഈ ഫോട്ടോ എടുത്തിട്ടുണ്ടാവുക. അവരുടെ മുഖഭാവം, അനീഷിന് വന്ന പല ഫോൺ കോളുകളും, അങ്ങനെയാണോ സംശയം? 2 തരം ഓട്ടോറിക്ഷകൾ ഓടുന്നുണ്ട് അവിടെ. ഒന്ന് ഡി ഗാങ് എന്നറിയപ്പെടുന്ന ഡി എന്ന് പറയുന്ന ഒരു ലെറ്ററിന്റെ താഴെ നമ്പർ കൊടുത്തുകൊണ്ടുള്ള ഒരു തരം ഓട്ടോറിക്ഷ ഓടുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഇവിടുത്തെ RTO ഒക്കെ പെർമിഷൻ കൊടുക്കുന്ന, മറ്റേതിനും RTO പെർമിഷൻ ഇല്ലാതിട്ടല്ല, പക്ഷെ ഒരു ഡി ഗാങ് എന്ന് പറയുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇതിൽപ്പെട്ട ആളുകളുടെ സ്വാധീനത്തിലാണ് ഈ ധർമ്മസ്ഥല, ഈ ടൗൺഷിപ്പ് മൊത്തം ഉള്ളത്. അപ്പൊ അവിടെ ഇവരുടെ ഒരു ഈ പറയുന്ന ഈ ക്രിമിനൽ സംഘത്തിന് സഹായകമായി പ്രവർത്തിക്കുന്നത് ഈ ഡി ഗാങ് ആണ് എന്ന് നേരത്തെ വാർത്തകൾ വന്നിട്ടുള്ളതാണ്. അവരിൽ 1-2 പേരാണ്. ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ന്യൂസ് 18ന്റെ വാഹനവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ന്യൂസ് ചാനലാണെന്ന് അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അവിടെ നിന്ന് ഇവർ ഈ ഓട്ടോറിക്ഷക്കാരാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ തുടങ്ങി നമുക്ക് എവിടെ ചെന്നാലും വലിഞ്ഞു മുറുകിയ മുഖങ്ങൾ. ഇന്നൊരു ഞായറാഴ്ചയാണ്. ധർമ്മസ്ഥല പോലൊരു ടൂറിസ്റ്റ് ഒരു പിൽഗ്രിം സെന്ററിൽ ഇന്ന് ഹോട്ടലുകളിൽ ആളുകളില്ല. കർണാടക രജിസ്ട്രേഷനുള്ള അപൂർവം വണ്ടികൾ ഒഴിച്ചാൽ കേരളത്തിൽ നിന്നുള്ള വണ്ടികളൊന്നും തന്നെ അവിടെ, സാധാരണഗതിയിൽ കേരളത്തിൽ നിന്ന് ധാരാളം പിൽഗ്രിംസ് അവിടെ എത്തുന്നതാണ്, തീർത്ഥാടകർ എത്തുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവിടുത്തെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി പറയുന്നത് കഴിഞ്ഞ 1-2 ദിവസമായി തീരെ ആളുകളില്ല എന്നാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാർത്ത, അപ്പോൾ ന്യൂസ് 18 ഉൾപ്പെടെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് പക്ഷേ
പിന്നെ കർണാടകയിലെ ന്യൂസ് ചാനലുകളിൽ ഇന്ന് അനക്കം വെച്ചു തുടങ്ങി. കാരണം SIT പ്രഖ്യാപിച്ചതിന് ശേഷം അതുവരെ കർണാടകയിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇത് വന്നിട്ടേ ഇല്ല. 100 കണക്കിന് യൂട്യൂബ് ചാനലുകൾ, വ്ളോഗർമാർ ഉൾപ്പെടെയുള്ളവരെ അവരുടെ എത്രയോ കാലത്ത് അധ്വാനം കൊണ്ട് അവരുണ്ടാക്കിയെടുത്ത സബ്സ്ക്രിപ്ഷനൊക്കെ ഉൾപ്പെടെയുള്ള ആ ചാനലുകൾ 100 കണക്കിന് കോടതി ഉത്തരവുകളിലൂടെ കോടതികളെ പോലും സ്വാധീനിച്ചുകൊണ്ടാണ് ഈ വാർത്ത സ്പ്രെഡ് ചെയ്യുന്നതിനെതിരായിട്ട് അവർ നീങ്ങിയതെന്ന് കാണുന്നു. 100 കണക്കിന് യൂട്യൂബ് ചാനലുകൾ ആ തരത്തിൽ ഈ ധർമ്മസ്ഥല എന്നൊരു പേര് വന്നാൽ കോടതി ഉത്തരവിടുകയാണ് ആ ചാനൽ പൂട്ടിക്കാൻ. അപ്പൊ അങ്ങനെ എല്ലാ വിഭാഗത്തെയും വരുതിയിലാക്കി ഈ തരത്തിൽ വർഷങ്ങളായി നടത്തി വരുന്ന ഈ പറയുന്ന ക്രിമിനൽ നടപടികളെ മറച്ചു വെക്കുന്നതിന് വേണ്ടി നടത്തുന്ന എല്ലാ ശ്രമവും അതിന്റെ ഇന്ന് ഗൗരവം പൊളിഞ്ഞു വളരെ വരുന്നതാണ്. വളരെയധികം മനസ്സിലാവുന്നു. അനീഷിനോട് കൂടി നമുക്കൊന്ന് സംസാരിക്കാൻ കഴിയുമോ? അനീഷിന്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ? തീർച്ചയായും.